SNDP BJPയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BDJS വഴിയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. SNDPയിൽ നിന്ന് BJPയിലേക്ക് കുത്തൊഴുക്കാണ്. സ്വത്ത് രാഷ്ട്രീയം വളർത്തി മുതലെടുപ്പ് നടക്കുകയാണെന്നും MV ഗോവിന്ദൻ പറയുന്നു. ന്യൂനപക്ഷ സംരക്ഷണമാണ് ഇടതുപക്ഷ അജണ്ട. ഇതിന് പ്രീണനമെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടന്നു. ഇതേ പ്രചരണം കേരളത്തിലും നടന്നു. ആദ്യമായി കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നത് കോൺഗ്രസിൻ്റെ ചെലവിലാണ്. ഇതുതന്നെയാണ് തൃശ്ശൂരും നടന്നത്. ക്രൈസ്തവ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലെ കോൺഗ്രസ് വോട്ട് BJPക്ക് പോയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വർഗീയ ശക്തികൾ UDFിൻ്റെ സഖ്യകക്ഷിയായി. ഇതാണ് UDFിൻ്റെ വിജയത്തിന് കാരണം. ലീഗ് പ്രവർത്തകരെ നയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമാണ്. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും. ലീഗും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം പ്രവർത്തിച്ചതാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. വർഗ ബഹുജന സംഘടനകളുടെ ആകെ അംഗത്വം കൂട്ടിയാൽ നമുക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സംഘടനാ ദൗർബല്യമാണിത് കാണിക്കുന്നത്. ഓരോരുത്തരും ഓരോ ഇടത്ത് ഓരോ നിലപാടാണ് സ്വീകരിക്കുന്നത്. മുതലാളിത്ത സമൂഹത്തിൽ വിരുദ്ധ ആശയങ്ങൾ നമ്മളിലേക്ക് നുഴഞ്ഞു കയറാം. ഇതിനെ പ്രതിരോധിച്ചേ മതിയാകൂ എന്നും MV ഗോവിന്ദൻ പറയുന്നു.